നമസ്കാരം. കഴിഞ്ഞ ദിവസം ഗോലാൻ കുന്നുകളിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 12 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ശക്തമായ തിരിച്ചടി നൽകാനൊരുങ്ങി ഇസ്രായേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെയാണ് മടങ്ങിയെത്തിയത്. മന്ത്രിമാരുൾപ്പെടെയുള്ള പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്താലും പിന്തുണ നൽകും എന്നാണ് മന്ത്രിമാർ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ തോതിലുള്ള തിരിച്ചടി ഹിസ്ബുള്ളയ്ക്ക് നൽകണം, അതും വേണ്ടി വന്നാൽ ലെബനനിൽ തന്നെ കയറി ആക്രമണം നടത്തുന്നതിലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് അവിടുത്തെ മന്ത്രിമാരെല്ലാവരും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫുട്ബോൾ കളിക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ഈ ഹിസ്ബുള്ള തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. ഇതിൽ 2 പേർ കൗമാരപ്രായക്കാരാണ്, ബാക്കി മുഴുവൻ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ലെബനിൽ നിന്നാണ് ഈ റോക്കറ്റ് എത്തിയത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല, റോക്കറ്റ് ഇറാൻ നിർമ്മിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള തീവ്രവാദികളാണ് ഇതിൻ്റെ ആക്രമണത്തിന് പിന്നിലെന്നും 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന ഇപ്പോൾ ലെബനിലേക്ക് ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അതിശക്തമായ തോതിൽ തന്നെയായിരിക്കും ആക്രമണം നടക്കുക എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഈ കുട്ടികളുടെ കൊലപാതകത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമലാ ഹാരിസിനെയൊക്കെ പോലെയുള്ള അമേരിക്കയിലെ വളരെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഇതിനെ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശന വേളയിൽ അവിടുത്തെ പ്രമുഖരായ നേതാക്കളുമായെല്ലാം നടത്തിയ കൂടിക്കാഴ്ചകളൊക്കെ തന്നെ ഈ തീവ്രവാദ സംഘടനകളെ നേരിടുന്ന കാര്യത്തിൽ എല്ലാ പിന്തുണയും തേടിയിരുന്നു. ഹിസ്ബുള്ളയും ഹമാസും ഹൂതിയുമുതരും പ്രധാനമായും ഇസ്രായേലിനെ തന്നെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ തങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ട അവസ്ഥയാണ് എന്നുള്ള കാര്യം അമേരിക്കൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ നെതന്യാഹു വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ കുട്ടികളുടെ കൊലപാതകം ലോകവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ അതിശക്തമായി തന്നെ ലെബനനെ നേരിടാനായിരിക്കും അടുത്ത നീക്കം നടത്തുക. കാരണം ലെബനനാണ് ഇവർക്ക് എല്ലാ അഭയവും നൽകുന്നതും ആയുധവും മറ്റും നൽകുന്നതും. ഒപ്പം ഇറാനും ഇവർക്ക് കൂട്ടിനായുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ട് പിന്നാലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയോടുകൂടിയാണ് കൂടുതൽ ആക്രമണങ്ങളെ ഇസ്രായേൽ നേരിടേണ്ടി വന്നത്. നിരവധി ഹിസ്ബുള്ള നേതാക്കളെ ഇതിനോടൊപ്പം തന്നെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിലും ഇപ്പോഴും ഇവർ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഹിസ്ബുള്ളയും ഹമാസിനെയും ഒരുമിച്ച് നേരിടുന്ന കാഴ്ചയായിരിക്കും ഇസ്രായേൽ നമുക്ക് മുന്നിൽ കാണിക്കുക എന്നുള്ളത് ഉറപ്പായി. മാത്രമല്ല, ലോകരാജ്യങ്ങളുടെയൊക്കെ തന്നെ പിന്തുണയുണ്ട്. ഒപ്പം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളും വിമാനങ്ങളും വൻതോതിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശം എത്തിച്ചേർന്നിട്ടുള്ളതും ഈ ആക്രമണത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്കയിലെ വളരെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഇതിനെ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കയും വ്യക്തമാക്കിയിട്ടുള്ളത്.